ഇത് ഓന്താണ് കേട്ടോ, നിറം മാറി ഓന്ത്. ചാടിയ ചാട്ടം കണ്ടോ. വാഴയൊക്കെ കുലച്ച് വെക്കൊണ്ട് അടിപൊളി പൊറുത്തിച്ചക്കയും കാണാം കേട്ടോ ഇവിടെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ പൊറുത്തിത്തോട്ടത്തിലെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട് ദേവിയോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. നമ്മൾ ആദ്യം പോയപ്പോൾ തന്നെ ഒരു ഓന്തിനെയാണ് കണ്ടത്. ഒരു വാഴ ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഓന്തിരിപ്പുണ്ടായിരുന്നു. പുള്ളി അനങ്ങാതിരിക്കുകയാണ്. നമ്മൾ ക്യാമറ അടുത്തേക്ക് കൊണ്ടുപോയ സമയത്തും അനങ്ങാതെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുറേ സമയം അങ്ങനെ തന്നെ ഇരുന്നു. എന്നിട്ട് ക്യാമറ നല്ല അടുത്തേക്ക് പോയപ്പോഴത്തേക്ക് ഒറ്റ ചാട്ടം ചാടി. പിന്നെ കാണാനില്ല കേട്ടോ, എങ്ങോട്ടാണ് ചാടിയെന്നൊരു പിടുത്തമില്ല. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തമിഴ്നാട് ദേവിയോട് കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്കാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇപ്പം വിളവെടുപ്പ് ആയിട്ടില്ല, കാരണം ഇത് വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ പൂർത്തിച്ചക്കയൊക്കെ. അപ്പോൾ ഈ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, ഇനി ഒരു ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവിടെ റബ്ബറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ ഈ പൂർത്തി കൃഷി ചെയ്യുന്നത്. പൂർത്തി മാത്രമല്ല, ഇടയ്ക്ക് വാഴയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സഡ് ആയിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. എല്ലാ തൈയിലും പൂർത്തിച്ചക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് വിളയാറായിട്ടുണ്ട്. അപ്പോൾ വിളവെടുപ്പിൻ്റെ സമയമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അത് കൂട്ടിയിട്ട് ഇങ്ങനെ കാണാനൊക്കെ ഒരു ഭംഗിയായിരിക്കുമായിരുന്നു. നമ്മളെന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ റബ്ബർ വരുന്ന ഭാഗത്ത് നമുക്ക് നടന്നു പോകാൻ കണക്കിന് ഒരു ചെറിയ വഴിയുണ്ട്. നമുക്കിങ്ങനെ കറങ്ങി എല്ലാ സൈഡും പോയി കാണാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഇത് പൂർത്തിച്ചക്ക ഇവർ പറിക്കുന്ന സമയത്ത് ഇവർക്ക് പറിക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റബ്ബറും വാഴയും കൂടിയാണ് അവർ കൃഷി ചെയ്തിട്ടുള്ളത്. അവിടെ പൂർത്തിയില്ല, റബ്ബറും വാഴയും മാത്രമേ അവിടെ ഉള്ളൂ. എല്ലാ പൂർത്തിച്ചക്കയിലും പുല്ല് പറിച്ച് അവർ മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഉണങ്ങി കിടക്കുകയാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഈ പശുവിനെ കൊടുക്കുന്ന പുല്ലാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇതിനെ പുല്ലെന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് വൈക്കോല് പോലെ തോന്നും, പക്ഷേ വൈക്കോലല്ല, ശരിക്കും അത് പുല്ലാണ് പറിച്ചിട്ടിട്ടുള്ളത്. അത് ഉണങ്ങി അങ്ങനെ കിടക്കുന്നതെന്നാണ് ഒരു വൈക്കോല് കിടക്കും പോലെയാണ് നമുക്ക് തോന്നുന്നത് വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ കാട്ടുപന്നി, പെരിച്ചാഴി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള ഏരിയയാണ്, മുള്ളൻ. അപ്പം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഈ കാട്ടുപന്നി വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ പെരിച്ചാഴിയൊക്കെ ഭയങ്കര ശല്യമാണ്. പെരിച്ചാഴിയൊക്കെ മൂടോടെ കുത്തി മറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ പൂർത്തിച്ചക്കയൊക്കെ. പൂർത്തിച്ചക്ക കിളികളൊന്നും വലുതായിട്ട് ശല്യം ചെയ്യില്ല, കാരണം ഇത് പഴുത്താൽ മാത്രമേ കിളികൾ ശല്യം ചെയ്യുള്ളൂ. ഇത് വിളയുമ്പോൾ തന്നെ അവർ അടത്ത് നേരെ കച്ചവടത്തിലേക്ക് ഇറക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഴുത്താൽ മാത്രമേ കിളികൾ ശല്യം ചെയ്യുള്ളൂ. അപ്പോൾ വിളയുമ്പോൾ ഇത് അടക്കുന്നതുകൊണ്ട് വലിയ ശല്യം ചെയ്യില്ല. നമ്മളിതിൽ കുറച്ച് വീഡിയോ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഉണ്ട്, ലോങ് ഏരിയ ആയിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പം നമുക്ക് അത്രയധികം വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മളിത് ആ കാണുന്ന അങ്ങറ്റത്ത് നടന്നു തുടങ്ങിയാണ് കേട്ടോ. ഇപ്പം ഇങ്ങ് താഴെ എത്തിയിട്ടുണ്ട്, നടന്ന് ഫുള്ള് താഴെ എത്തിയിട്ടില്ല, കുറച്ചിങ്ങ് താഴെ എത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടെ ഈ റബ്ബറൊക്കെ കുറച്ച് വലുതാകുമ്പോഴത്തേക്ക് ഇവർ കൃഷി നിർത്തുന്നതായിരിക്കും, പൈനാപ്പിൾ കൃഷിയൊക്കെ നിർത്തുന്നതായിരിക്കും. പിന്നെ റബ്ബർ മാത്രമായിരിക്കും മുന്നോട്ട് പോവുക. ഇവിടെ ഈ പൈനാപ്പിൾ മാത്രം കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് കേട്ടോ. ഈ റബ്ബറൊന്നും ഇല്ലാതെ പൈനാപ്പിൾ മാത്രം കൃഷി ചെയ്തെടുക്കുന്ന ഏരിയകൾ ഇവിടെ ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലൊന്നും അധികം ഇങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. കൂടുതൽ ഇത് തമിഴ്നാട്ടിലോട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്ന രീതിയെ കണ്ടുവരുന്നത്. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ കൂടുതലായിട്ട് കാണാനൊന്നുമില്ല. നമ്മൾ ഈ ഫുള്ള് പൂർത്തിയാണ് കേട്ടോ. ഇവിടെ വേറെ ഒന്നുമില്ല, പൂർത്തിയും വാഴയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല ഇനി കാണാൻ. നമ്മൾ ഇപ്പോൾ കറങ്ങി ഏതാണ്ട് ലാസ്റ്റ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ട് തീരാറായിട്ടുണ്ട്. നമ്മൾ എല്ലാ വീഡിയോസും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് വീഡിയോസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, കാരണം ഇത് ഒരുപാട് ലോങ് വീഡിയോ ആണ്. കാരണം ഇത് പൂർത്തി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വളരെ ചെറുതാക്കി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നിന്ന വാഴകളൊക്കെ മിക്കതും പൊളിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മിക്കതും പാകമായ പരുവത്തിലാണ് നമ്മൾ കണ്ടത്. നമ്മൾ പോകുന്ന വഴിക്ക് അടുത്ത് കാണുന്ന വാഴ ഞാൻ കാണിച്ചു തരാം. ഏത്തൻ തൈയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത്. ഏത്തൻ വാഴയുടെ തൈയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതാ ഇവിടെ ഒരു വാഴ നിൽപ്പുണ്ട്, ഞാനത് കാണിച്ചു തരാം.
ഏത്തൻ വാഴയാണ് കേട്ടോ, ഏത്തൻ. അപ്പോൾ അത് കായ ഏതാണ്ട് പരുവായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് കാണാം.